ഞാൻ കൈകാര്യം ചെയ്യുന്ന എന്റെ നാട് എന്ന കോളത്തിന്റെ റീഡർഷിപ്പ് എത്രയാണെന്ന് മുത്തശ്ശിക്ക് അറിയോ? അറിഞ്ഞു. എനിക്കറിയാം. പത്രങ്ങളിൽ വരുന്ന പ്രതികരണങ്ങൾ വായിക്കാറുണ്ടോ? ഞാൻ വായിക്കാറുണ്ട്. എന്റെ നാട് കോളം ശക്തമാവുന്നുണ്ട്, പൂർവാധികം ശക്തമാവുന്നുണ്ട്. കാര്യം പറയുന്നതിന്റെ ഇടയിലാണ് കാല് പിടിക്കുന്ന ഇഡിയറ്റ്. ഞാൻ മുത്തശ്ശിയുടെ കാല് പിടിക്കുന്ന അനിയൻ വലിയ ആള്. മുത്തശ്ശി, ഈ ആഴ്ചത്തെ വനിതാ പങ്ക്തി എങ്ങനെയുണ്ട്? പോരാ, ഒരു വായനക്കാരന്റെ പ്രതികരണമാണ്. സ്ത്രീ വിമോചനത്തെ പറ്റി ഞാൻ എഴുതിയത് ഒരു നല്ല ലേഖനായിരുന്നില്ല മുത്തശ്ശി? അല്ല, ചോദിച്ചില്ല. വേറൊരു വായനക്കാരന്റെ പ്രതികരണമാണ്. ഒരു വായനക്കാരിയോട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ പ്രതികരണം അറിഞ്ഞാൽ മതി. പോരാ മോളെ. മുത്തശ്ശി, പോരാ മോളെ എന്നല്ല, തീരെ പോരാ മോളെ, വളരെ മോശം. എടി കാലുപിടുത്തക്കാരി, നീ ഈ എഴുത്തുപുര വീട്ടിലെ ഒരു അംഗമായി പോയതുകൊണ്ടും മരിച്ചുപോയ എന്റെ ഒരേ ഒരു അമ്മാവൻ ഗോദവർമ്മ തമ്പുരാന്റെ മകളായി പോയതുകൊണ്ടും ഈ പത്രത്തിന്റെ പത്രാധിപർ, അതായത് എന്റെ അച്ഛൻ, ആ ബന്ധത്തിൽ നിന്റെ അമ്മാവനായി പോയതുകൊണ്ടും മലയാള ശബ്ദം പത്രം നമ്മുടേതായി പോയതുകൊണ്ടും ആയതുകൊണ്ടും മാത്രമാണ് നിന്റെ ഈ ചവർ ആശയങ്ങളിൽ അച്ചടിച്ചു വരുന്നത്. മേലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള സമ്പ്രദായങ്ങളിലേക്ക് കടക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ ഒരൊറ്റ ചവർ സാരം ഞാൻ ഇതിലെടുപ്പിക്കില്ല. അതിന് നിന്നെ ആരാ അപ്പോയിന്റ് ചെയ്തത്? പിന്നല്ലേ രാജിവെക്കുന്നത്? അച്ഛാ, ഞാനിപ്പോ കുറെ നാളായിട്ട് ഇവക്ക് ഞാൻ എന്താ സിഎമ്മിന്റെ പ്രസ് കോൺഫറൻസ് എപ്പോഴാ? ഉച്ചയ്ക്ക് 2 മണിക്ക്. അല്ലപ്പെട്ട അത് ജേക്കബ് അറ്റൻഡ് ചെയ്തു വെച്ചാ. ജേക്കബ് ഒന്നും അറ്റൻഡ് ചെയ്താ പോരാ, അത് നീ തന്നെ അറ്റൻഡ് ചെയ്യണം. അനാവശ്യമായ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാറില്ല. അനാവശ്യം അങ്ങേക്കല്ലേ തോന്നുന്നത്? ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, ഈ നാട്ടിലെ ജനങ്ങൾക്ക് തോന്നുന്നു. ജനങ്ങളുടെ ആവശ്യം സർക്കാരിന്റെ കണ്ണിൽ അനാവശ്യമാകുന്നതാണ് അങ്ങയുടെ ഭരണത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണം. നിഷേധിക്കാൻ പറ്റുമോ? മിസ്റ്റർ രവിവർമ്മ വളരെ അജിറ്റേറ്റഡ് ആണല്ലോ. രവിവർമ്മ അല്ല, എന്റെ സൊസൈറ്റി ഈസ് അജിറ്റേറ്റഡ്. യു കനോട്ട് ജസ്റ്റ് സിംപ്ലി റൂൾ ഔട്ട് പബ്ലിക് ഒപ്പീനിയൻസ്. നമുക്ക് ഇവിടെ നിർത്താം അല്ലേ? ഒരു മുത്തശ്ശിയുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അച്ഛനെ അന്വേഷിച്ചായി പറയും. വരട്ടെ. ഓക്കെ. ഇതൊന്നും പ്രൊഫഷണലിസം അല്ലമ്മേ, ചീപ്നെസ്, ഓവർ സ്മാർട്ട്നെസ്. നീ അവനോടൊന്നും സംസാരിക്കണ്ട, ഞാൻ പറഞ്ഞോളാം. ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് അവന്റെ വിചാരം? പവർ പൊളിറ്റിക്സിന്റെ ടാക്ടിക്സ് മനസ്സിലാക്കി ഞാൻ ഓരോ ചുവടും മുന്നോട്ട് വെക്കുക. ആൻഡ് ദിസ് ഫൂൾ ഈസ് ആക്ടിംഗ് അഗൈൻസ്റ്റ് മൈ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ. ഐ കാൻറ്റ് സ്റ്റാൻഡ് ദിസ്. കാലത്ത് വിവരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ ഒരു കണ്ണാടി വെച്ച് വിവരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഒരു ബുദ്ധിജീവിയുടെ ഗമയ്ക്ക് വേണ്ടിയായിരിക്കും. അനിയൻ ചേട്ടാ, പ്രസ് കോൺഫറൻസ് പ്രശ്നമാക്കിയിരിക്കുക. അപ്പച്ചിയും അപ്പേട്ടനും അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ? ആരും എന്നോടൊന്നും പറയില്ല. നീ എന്താ വീട്ടിൽ പോകാതെ ഇവിടെ നിന്ന് കളഞ്ഞേ? എനിക്ക് മുത്തശ്ശിയുടെ കുറച്ച് റെഫറൻസ് ഒക്കെ ചോദിച്ചറിയാനുണ്ടായിരുന്നു. എന്താണ് മാഡം ടോപ്പിക്? ഞാൻ അഗ്നിദേവനെ കുറിച്ച് സ്റ്റഡി ചെയ്തോണ്ടിരിക്കുക. ഓഹോ, റെഫറൻസ് കൊടുത്ത് മുത്തശ്ശി ഉറക്കിയോ? ഇനി മുത്തശ്ശി ഉറങ്ങിയോന്ന്? ഇല്ലാന്ന്. ഇതെന്താ നാളെ പരീക്ഷ വല്ലതും ഉണ്ടോ ഇരുന്ന് പഠിക്കുന്നത്? നീ വല്ലതും കഴിച്ചോ? ഞാൻ കഴിച്ചോളാം. ലൈറ്റ് അടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. കൊച്ചു പിള്ളേര് ഇങ്ങനെ ഉറക്കം അടക്കരുത്. അച്ഛൻ കഴിച്ചോ? അപ്പച്ചി അപ്പേട്ടനും കഴിച്ചു. അമ്മാവനും കഴിച്ചെന്നാ തോന്നുന്നോ? അദ്ദേഹം കഴിച്ചിട്ടില്ല. അച്ഛാ, അച്ഛൻ ഊണ് കഴിക്കണ്ടേ? ഉറങ്ങിപ്പോയി, ആരും വിളിച്ചില്ല. വന്നേ. അമ്മാവൻ കഴിച്ചില്ല എന്ന് ഞാൻ അറിഞ്ഞില്ല. നീ അന്വേഷിച്ചില്ല. നീ സൊസൈറ്റി കൾച്ചറിലേക്ക് മാറുവാണോ സുധു? എന്തിനാ സ്പെക്സ് മാത്രമായി കളഞ്ഞ മുടിയും ബോബയിൽ ചൊണ്ടി ചായന്തേക്ക്? സൊസൈറ്റിക്ക് എന്താ കുഴപ്പം? ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടാറില്ല, അത് തന്നെയാണ് കുഴപ്പം. ഭർത്താവിന് ആഹാരം വിളമ്പി കൊടുത്തിട്ട് നല്ല തറവാട്ടിലെ സ്ത്രീകൾ ആഹാരം കഴിക്കൂ. എന്റെ അമ്മ ഇപ്പൊ അത് ചെയ്യാറില്ല. നീ എന്നെ പഠിപ്പിക്കണ്ട. ആദ്യ ഭാവങ്ങളമ്മേ. പുന്നാര മോന്റെ MBA ഡിഗ്രിയും അമേരിക്കൻ ചിട്ടയും കണ്ട് അമ്മ നേളിക്കരുത്. മൈൻഡ് ചെയ്തിട്ട് തന്നെ പറയുന്നത്. അച്ഛന്റെ കാര്യങ്ങളുള്ള അവഗണന ഈ വീട്ടിലൊരു പതിവായിട്ടുണ്ട്. അച്ഛനോട് മിണ്ടാട്ടമില്ല. അച്ഛൻ ഈ വീട്ടിലുണ്ടോ ഇല്ലെന്ന് പോലും ആരും ശ്രദ്ധിക്കാറില്ല. ഞാൻ സഹിക്കില്ലത്. ഈ വീട്ടിൽ മുത്തശ്ശി കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ വലുത് അമ്മയല്ല. എന്താ ഇവിടെ ഷൗട്ടിങ്? എന്താ ഇവിടെ? എന്താ കാര്യം? അച്ഛൻ ഇതുവരെ ഉണ്ടിട്ടില്ല. ആരും അത് തിരക്കിയില്ല. എല്ലാരും ഊണും കഴിഞ്ഞ് കൈയും കഴിയങ്ങ് പോയി. അതിന് ഉരുട്ടി കൊടുക്കേണ്ട പ്രായമല്ലോ അച്ഛന്. അത് തന്റെ MBA സംസ്കാരം. That's your standard, idiot.
ഉറങ്ങാൻ നേരത്തെ ഒരു ദുന്തും ദുന്തും ദുന്തും. അനിച്ചേട്ടാ, ഓടി. ഞാൻ അറിഞ്ഞില്ല അനിച്ചേട്ടാ, പ്ലീസ്. എനിക്കിതൊക്കെ പേടിയാ. ഇനി ഞാൻ എല്ലാം നോക്കി ചെയ്തോളാം. അനിച്ചേട്ടാ, അനിച്ചേട്ടാ. പോ. ഞാൻ ഇതിലോട്ടൊന്ന് തൂക്കിക്കോട്ടോ. ആ തോളത്തോട്ട് അത് തൂക്കിയിട്ട് ആ ഹാൻഡിലോട്ട് പിടിക്കേ. തോളി തൂക്കിയിട്ട് തിരിഞ്ഞിരുന്നാ മതി. മാനാരുടെ പിറവശാ ഭംഗി. തലതിരിഞ്ഞവന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നും. ഞാനിത് ആദ്യമായിട്ടൊന്നും അല്ല കുഞ്ഞെ. അമ്പലപ്പുഴ ഉത്സവത്തിന് വിമാനത്തിന്റെ പുറത്തിരുന്ന് ഒരു പടം എടുത്തിട്ടുള്ളതാ. ആ വിമാനം അങ്ങ് ചതിലെടുത്തു പോയി. ആ സൂക്ഷിക്കണം. ഈ മാരാർ എവിടെ ഇരുന്നാലും തുരുമ്പെടുക്കും. അതാ പ്രമാണം. അനിയൻചേട്ടാ, ആ യമഹക്കാർ പുതിയൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട്. 37,250 രൂപയേ ഉള്ളൂ. എക്സ്ട്രാകളൊന്നും ഇല്ലാതെ. ഞാനൊരെണ്ണം വാങ്ങിക്കോട്ടെ? വേണ്ട. അതെന്താ? എന്റെ അമ്മ ഇവിടുത്തെ അടുക്കളക്കാരിയായിരുന്നോണ്ടാണോ ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത്? മോനെ കുഞ്ചു, ഈ ചെറുപ്രായത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് ഒരു ഭാരമല്ലയോ? അനിയൻചേട്ടാ, അപ്പേട്ടനോട് ഒന്ന് പറ പ്ലീസ്. ഞാനും അങ്ങേരുമായിട്ടുള്ള ഇരിപ്പ് വശം ഇന്നലെ രാത്രി കൃത്യം 10:15 മണിക്ക് തെറ്റി. ഒഴിവാക്കണമെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്കിപ്പോ ചെയ്യാവുന്ന നീ ബൈക്കിലോട്ട് കയറിയിരിക്കാൻ നല്ലൊരു പടം എടുത്തു തരാം. മാരാരെ അതേ കയറി ഒട്ടിയിരിക്കാ, താഴോട്ടിറങ്ങ്. ഇയാൾ ചത്തോ? ഇപ്പൊ തന്നെ എന്റെ എടുത്തേനെ. ചേക്കുട്ടി, സുദർശന എന്ന് വെച്ചാ എന്താ മീനിങ്? നല്ല കാഴ്ചയുള്ള കുട്ടിന്നാണോ അതോ കാണാൻ കൊള്ളാവുന്ന കുട്ടിന്നാണോ? രണ്ടും ആയിക്കോട്ടെ, അതല്ലേ നല്ലത്. രണ്ടും എനിക്ക് ചേരില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. ആര് പറഞ്ഞു? എന്റെ കണ്ണടയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോ സ്മാർട്ട് ലുക്കിംഗ് ഇന്റലിജന്റ് ഗേൾ ആയിരിക്കുന്നു. താങ്ക് യു. ഇനി കല്യാണം കൂടി കഴിക്കേ വേണ്ടു. ജയശ്രീക്ക് ഒരു കല്യാണ ആലോചന നടക്കുന്നില്ലേ? ആലോചന നടക്കുന്നുണ്ട്. വീട്ടിലല്ല, എന്റെയും ഡോക്ടർ മധുവിന്റെയും മനസ്സിൽ. മധുവിനെ താൻ കണ്ടിട്ടുണ്ട്. വിഷമം തോന്നരുത്, അത് നടക്കില്ല. ജയശ്രീക്ക് തീരെ പ്രതീക്ഷിക്കാത്ത വേറൊരു മാരേജാ നടക്കുക. നടക്കുകയാണെങ്കിൽ ഇതേ നടക്കൂ, അല്ലെങ്കിൽ വേറൊന്നും ഉണ്ടാവില്ല. എങ്കിൽ ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചു. ഹാരൻ ഇൻട്യൂഷൻ താനായതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു. എഴുത്തുപുരയിലെ അല്ലേ താൻ? ഇൻട്യൂഷനും ഫാന്റസിയും ഒക്കെ മുത്തശ്ശിയുടെ പാരമ്പര്യ സ്വത്തായിരിക്കും. Is she all right? She is just fine. ഇന്നും പോയിരിക്കുക വേറൊരു സ്വീകരണത്തിന്. അകത്തേക്ക് കയറിയിരിക്കാം. വേണ്ട ഞങ്ങൾ ഇവിടെ നിന്നോളാം. അത് ഉള്ളില് നല്ല കാറ്റുണ്ടെണ്ണ. ഏത് നല്ല കാറ്റുണ്ട്. ഉള്ളി കാറ്റല്ല, നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പെൺപിള്ളേരുടെ ഇടയിൽ കൂടെ പറന്ന് നടക്കാനുള്ള പൊതുവെ. അയ്യേ, ഞാനാ ടൈപ്പല്ല. പിന്നെ നീ ടൈപ്പാ? ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും എന്നെ തെറ്റിച്ച്. ശരി പോട്ടെ. നിങ്ങളെല്ലാം എന്റെ പേരക്കിടാങ്ങളാ. പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല, പെറുപെറുക്കാനേ അറിയൂ. അത് എന്നോട് തന്നെ പെറുപെറുക്കാൻ. അത് തന്നെയാ എന്റെ കവിതകളും. ഇപ്പോ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഉഷസന്ധ്യയോട് സായം സന്ധ്യ എന്തോ പെറുപെറുക്കയാണെന്നാ. ഇവിടെ ഞാനും നിങ്ങളും കവയത്രിയും ആസ്വാദകരുമല്ല, ഒരു കാവ്യം തന്നെയാ. മുത്തശ്ശി ഒരു കവിത ചൊല്ലണം. ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഓർമ്മക്കുറവുണ്ട്. 4 വരി മതി മുത്തശ്ശി. അനിയൻകുട്ടാ, അണ്ണനെ മൈക്ക് വിളിക്കുന്നു. മൈക്കല്ലടാ, മുത്തശ്ശി. ഞാനും കൂടെ വരട്ടെ? എന്തിന്? പെണ്ണുങ്ങളുടെ കോളല്ലേ അണ്ണൻ ഒറ്റയ്ക്ക് പോകുന്നത് റിസ്ക് അല്ലേ? എനിക്ക് യാതൊരു പേടിയില്ല. അണ്ണാ ഞാനും കൂടെ. പറഞ്ഞ ആ. വാ. മോനെ, കുട്ടിയോള് കവിത ചൊല്ലണോന്ന് പറയണു. എനിക്കൊന്നും ഓർമ്മയില്ല. ഏതാ ഇപ്പൊ ചൊല്ലുക? ഓർമ്മക്കൂട്ടിലെ ഒറ്റക്കിളി. വരികൾ എങ്ങനെയാ? അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നി സ്ഫുടം ചെയ്തെടുത്ത മനസ്സാം ശംഖമോദി. എന്നെ കൊണ്ടാവില്ല കുട്ടി, നീ തന്നെ ചൊല്ലുമോ? ഞാനോ? ഇത്രയും പെൺകുട്ടികളുടെ മുമ്പ് വെച്ചോ? ഇവൻ ഭംഗിയായി ചൊല്ലും എന്റെ കവിത.
ഇന്നലെ ലീവ് ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തില്ല എന്ന് പറഞ്ഞ് MD തമ്പുരാൻ വാളും കുലിക്ക് നിപ്പുണ്ട്. കുഞ്ഞുച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരണേ, നല്ല പുഴമീൻ കിട്ടിയിട്ടുണ്ട്. എന്റെ അമ്മായിയായിട്ടാണോ അതോ എഴുത്തുപുര വീട്ടിലെ എക്സ് അടുക്കളക്കാരിയായിട്ടാണോ ഈ വിളി? കുഞ്ഞ് എത്ര കളിയാക്കിയാലും ഞാൻ അവിടുത്തെ അടുക്കളക്കാരി തന്നെയാ. അമ്മായി അടുക്കളക്കാരിയായിട്ട് നിന്നാ മറ്റുള്ളവരും അങ്ങനെ കാണൂ. വല്യമ്പ്രാട്ടി ഒരിക്കലും എന്നെ അങ്ങനെ കണ്ടിട്ടില്ല. ചെയ്ത തെറ്റിന് കുഞ്ഞിന്റെ അമ്മാവൻ തമ്പുരാനെ കൊണ്ട് എന്റെ കഴുത്ത് താലി കെട്ടിച്ചില്ലേ, ആ സ്നേഹം വലുതാ കുഞ്ഞേ. അതൊക്കെ ഒരുപാട് പറഞ്ഞ് ചെറുതാക്കണ്ട. ഞാൻ മുത്തശ്ശിയുടെ കാര്യമല്ല പറഞ്ഞ. എന്റെ അമ്മ പാർവതി തമ്പുരാട്ടിക്ക് വലിയ കനവല്ലേ അമ്മായിയെ കാണുമ്പോ? ഓപ്പോസിറ്റ് ശക്തിയുള്ള ഒരു നാത്തൂൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്റെ അമ്മ നടക്കുമ്പോ എഴുത്തുപുര വീട് കിടന്ന് കുലുങ്ങുന്നത്. ചെറിയമ്പ്രാട്ടി പാവോ കുഞ്ഞേ. എടാ നീ എന്റെ പേന എടുത്തോ. എനിക്കാരുടെയും പേന ആവശ്യമില്ല. എനിക്ക് സ്വന്തമായ ഒരു പേനയുണ്ട്, ഒരു ശൈലിയും. ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ മനുഷ്യനെ പോലെ സംസാരിക്കടാ. പൊടിയും വളർത്തി അടക്കായവൻ. ഇതൊക്കെ ഒന്ന് വെട്ടിക്ക് അമ്മായി. രാമോട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ഇന്നേ വരെ ഈ മുറ്റത്ത് മുദ്രാവാക്യവും സത്യാഗ്രഹവും ഒന്നും ആരും നടത്തിയിട്ടില്ല. എന്റെ മോളുടെ കല്യാണ ഫോട്ടോ അച്ചടിച്ചു വന്നില്ലെങ്കിൽ അതിന്റെ കുറവ് ഞാനങ്ങ് സഹിച്ചോളാം. ഇവിടെ രാമേട്ടന്റെ നിസ്സാരമായ കല്യാണ ഫോട്ടോ ഒന്നും അല്ല പ്രശ്നം. ഇത് മാനേജ്മെന്റ് പുതിയ മൂരാച്ചിനെ നടപ്പിലാക്കുന്നതിന്റെ സൂചനയാ. അത് മുളയിലെ നുള്ളിയില്ലെങ്കിൽ ആപത്താ. വാസുവട്ട മേനോ അദ്ദേഹത്തെ കാണാൻ പോയിരിക്കല്ലേ, അതിനുമുമ്പ് എന്തിനാ ഈ സമരം എങ്കിലാവുളിയൊക്കെ? പോറ്റി താനവരുടെ മേൽശാന്തിയോ കീഴ്ശാന്തിയോ ആയിരിക്കാം. ഇവിടുത്തെ പ്രൂഫ് റീഡർ ആണെങ്കിൽ തൊഴിലാളികളോട് നിൽക്കണം. രാമൻ നായർക്ക് പരാതിയൊന്നുമില്ല സർ. ഞാൻ സ്പേസ് പോലും മാർക്ക് ചെയ്ത് കൊടുത്താണല്ലോ വരരെ. എഴുത്തുപുര വീടും ഈ പത്രത്തിന്റെ പാരമ്പര്യവും ഒന്നും മനസ്സിലാക്കാത്ത ചെറുപ്പക്കാരാ ഈ മുദ്രാവാക്യം വിളിക്കുന്നേ. ജേക്കബേ, ഇന്നലെ ഡെസ്കിൽ ആരായിരുന്നു? ഞാനായിരുന്നു സാർ. രാമൻ നായരുടെ മകളുടെ വെഡിങ് മാറ്റർ എങ്ങനെയാ മിസ്സായത്? സാർ അത് കൊടുക്കണ്ടെന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞെന്ന്? വി വിൽ ഹാവ് ടു ഫേസ് ഇറ്റ് മാഡം. ഇതുപോലെ കുറെ പണിമുടക്കുകൾ കണ്ടിട്ടുള്ളവനാ ഞാൻ. എല്ലാം പുല്ല് പോലെ പൊട്ടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. ഈ മാറ്റർ പ്രിന്റ് ചെയ്യണ്ടെന്ന് ആരാ തീരുമാനിച്ചത്? ഐ ആം ആസ്കിംഗ് യു. 15,000 രൂപയുടെ സ്പേസ് കളഞ്ഞ് ഇത്തരം സൗജന്യങ്ങൾ ഇനിയും നമ്മുടെ പത്രത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. ഞാനും അനന്തരാമനും ആലോചിച്ച ആ മാറ്റർ അവോയ്ഡ് ചെയ്ത്. ഈ മാറ്ററിന്റെ വില നിനക്ക് മനസ്സിലാവില്ല. ഇന്നലെ വരെ 15,000 രൂപയേക്കാൾ വലുതായിരുന്നു ഇവിടെ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധം. ഒരു സ്റ്റാഫിന്റെ മകളുടെ കല്യാണ അനൗൺസ്മെന്റ് നമ്മുടെ പത്രത്തിൽ അച്ചടിച്ചു വരിക എന്നുള്ളത് ഇതുവരെ തെറ്റാത്ത കീഴ്വഴക്കമാണ്. പിന്നെ ഞാൻ ഫിക്സ് ചെയ്ത മാറ്റർ എന്നെ അറിയിക്കാതെ മാറ്റാൻ കാരണം? എക്സ്ക്യൂസ് മീ സാർ, പത്രാധിപര് ന്യൂസിന്റെ എഡിറ്റോറിയലിന്റെയും കാര്യം മാത്രം ശ്രദ്ധിച്ചാ പോരെ? പരസ്യത്തിന്റെ ചാർജ് എനിക്കല്ലേ സാർ? ഈ പത്രത്തിന്റെ പാരമ്പര്യം തെറ്റിച്ച് പരസ്യം അച്ചടിക്കാൻ തനിക്ക് ആരോട് അധികാരം തന്നത്? അച്ഛാ, ഹീസ് അവർ അഡ്വർടൈസ്മെന്റ് മാനേജർ. നോ, ഹി ഈസ് യുവർ മാനേജർ. നിന്റെ വിവരക്കേട് മാനേജ് ചെയ്യാൻ നീ ബോംബെയിൽ നിന്നും കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന സഫാരി കോലം. ഡോ പരസ്യ കോമാളി, താൻ മാനേജ് ചെയ്ത് കുത്തുവാളടിപ്പിച്ച കമ്പനികളുടെ മുഴുവൻ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. അത് ഇവിടെ നടക്കില്ല. ഇവിടെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്കിരുന്ന് ജോലി ചെയ്തോണം, മനസ്സിലായോ? ഇത് ഇത്ര വലിയ ഇഷ്യൂ ഒന്നും ആക്കേണ്ട കാര്യമില്ല. ഇഷ്യൂ ആയി കഴിഞ്ഞു. എന്റെ അച്ഛൻ കൊടുത്ത മാറ്റർ എടുത്തുകളെ നീ ആരാടാ ചെറ്റ്? അനിയൻകുട്ടാ, അമ്മ മിണ്ടായിരുന്നോണം. അമ്മയ്ക്ക് ഭരിക്കാൻ വിമൻസ് ക്ലബ് ഒന്നുമല്ല. ധർമ്മക്കഞ്ഞി വിളമ്പുന്ന അമ്മയുടെ ഫോട്ടോ എടുത്ത് മാറ്റിയിട്ട് രാമേട്ടന്റെ മോടെ കല്യാണ ഫോട്ടോ പ്രിന്റ് ചെയ്യായിരുന്നല്ലോ മാനേജിംഗ് ഡയറക്ടറെ. Shut up! This is my office. You are only a sub-editor. Mind it. പോടോ പുങ്ങൻ തമ്പുരാനെ. ഈ കസലിലിരുന്ന് കറങ്ങി ലോകം കാണാൻ താഴോട്ടിറങ്ങിച്ച് നോക്ക്. നമ്മുടെ പത്രത്തിന് വേണ്ടി വർഷങ്ങളായി ജോലി ചെയ്തവരാ ഇപ്പൊ മനസ്സ് വേണിച്ച് മാറിയിരിക്കുന്നത്. തന്റെ ഒടുക്കത്തെ MBA മാനേജ്മെന്റ് കപ്പാസിറ്റി കേൾക്കുന്നില്ലേ? മലയാള ശബ്ദം മുടങ്ങി. മിന്നൽ പണിമുടക്ക്. സാർ, എന്താണോ? എന്റെ കല്യാണമാണ്. അത് ഞാൻ തോണം. സാറ് വരണം. ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്താ? മലയാള ശബ്ദം പത്രം ചീഞ്ഞ് നമ്മുടെ പത്രത്തിന് വളമായി. ഇനി വെച്ചടി കേട്ടമാ. അച്ചടി കുറെ കൂടെ ശ്രദ്ധിക്കണം. വളം മാത്രം വന്നോണ്ട് കാര്യമായില്ലേ? താൻ രാവിലെ തൊട്ട് തുടങ്ങിയതായി ചൊറിയുന്ന വർത്താനം. താൻ കണ്ടോ ഞാൻ എങ്കിലാ വിളിക്കുന്നത്? വിളിച്ചില്ലെങ്കിലും വിളിച്ചവരുടെ കൂടെ നിന്നു. അതും സമരമാ. ആണ്ട അടുത്ത ആള്. എടാ ഏജന്റ്, ഇനി കൊതുകിനെ അടിച്ചോണ്ട് ഇവിടെങ്ങാനും കൂടിക്കോ. ഞാൻ പത്ര ഓഫീസിൽ നിന്ന് വരിക. എല്ലാരും അവിടെ കൂടി നിപ്പുണ്ട്. സമരം ഒന്ന് ഒത്തീർപ്പാവണ്ണ. മഹാനായ MD മുകളിലിരിപ്പുണ്ട്. അദ്ദേഹത്തോട് പോയി ചോദിക്കേ. Ramavarma here. Good morning, sir.
ഏയ് നത്തിങ്. ഒരു പവർ ഫെയിലിയർ, ഫ്യൂസ് മാറ്റിട്ടാ മതി. ഐ കൻ മാനേജ്. ഓർഗനൈസ്ഡ് ഒന്നുമല്ല, ഒരു ഇമോഷണൽ കമോഷൻ. എനിക്കിതൊരു നല്ല അവസരമായിട്ടാണ് തോന്നുന്നത്. ഒരു ഫിൽട്രേഷൻ ആവശ്യമാണ്. കുറെ കരടുകളുണ്ട് നമ്മുടെ പത്രത്തിൽ, എടുത്തു കളയണം. അച്ഛാ കൈ ഇങ്ങനെ കൈ റെഡി. പെൻഷൻ പറ്റിയിട്ടും ഓരോരുത്തരെ പിടിച്ചു വെച്ചിരിക്കല്ലേ. എല്ലാത്തിനും പിടിച്ചു വിടണം, എന്നാലേ പഠിക്കൂ. പിന്നെ നീ അച്ചടിച്ചിറക്കൂ മലയാള ശബ്ദം. MBA എന്ന 3 അക്ഷരം നിരത്തിയിട്ടാ പത്രം ആവില്ല മോനെ. അത് പറഞ്ഞ് മനസ്സിലാക്ക്. സംസ്കാരം, സ്നേഹം, കാരുണ്യം ഇതൊന്നും വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഡിഗ്രികളല്ല. അമ്മ ഇന്നലെ വാസേട്ടനെ രാമേട്ടനെ നേർക്ക് കയർത്തില്ലേ? അതിന് പകരം അവരോട് നല്ല വാക്ക് പറയായിരുന്നില്ലേ? പണിമുടക്കി നിൽക്കുന്നവർക്ക് പായസം വിളമ്പാൻ എന്നെ കിട്ടില്ല. The desert air resounds the call of heart-struck lion's rage. The cloud puts forth its മുത്തശ്ശി. deluge. വാസേട്ടൻ നമസ്കാരം. എന്താ വാര്യരെ, ഞങ്ങളോടൊക്കെ പിണങ്ങിയോ? അങ്ങനെയൊന്നും പറയരുത്. നിങ്ങളെ എങ്ങോട്ട് വിളിപ്പിച്ചത് മാപ്പ് പറയാനാ. മാപ്പ് പറയേണ്ടത് ഞങ്ങളാ. പിടിച്ചു നിർത്താൻ ഞാനും രാമൻ നായരും ഒക്കെ ആവുന്നത് നോക്കി. ചെറുപ്പക്കാരല്ലേ, അവരുടെ ചോരത്തിളപ്പ് കൊണ്ട് പറ്റിപ്പോയതാ. എല്ലാം തീർന്നു. ഇപ്പോ എല്ലാവർക്കും മനസ്താപമുണ്ട്. വാര്യരോട് പാർവതി കയർത്ത് സംസാരിച്ചു അല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും എനിക്കറിയരുതോ ആ ചുണ്ടി. ദേഷ്യം വന്നാൽ സ്വാതന്ത്ര്യം ഉള്ളവരോടല്ലേ കയർക്കാൻ പറ്റൂ. ക്ഷമിക്ക, ഒന്നും മനസ്സിലൊരു കരടായി കിടക്കണ്ട. രാമനായരെ, മകളുടെ കല്യാണ ഫോട്ടോയും വാർത്തയും നാളത്തെ പത്രത്തിലുണ്ടാവും. അതൊന്നും വേണ്ടായേ, ഇപ്പൊ തന്നെ മനസ്സ് നിറഞ്ഞു. പായ്പാടാ, എന്തോ ഇന്ന് എല്ലാവർക്കും ഒരു സദ്യവട്ടം തന്നെ ആയിക്കോട്ടെ. രാമേട്ടൻ പോയി എല്ലാവരും വിളിച്ചോണ്ടിരൂ. ഉച്ചയ്ക്ക് ഊണ് വിടുന്നാവാം. ഓ താൻ കുടിച്ചല്ലേ. റെഡിക്കുലസ്. തിന്നോ സമരക്കാരെ എച്ചിരുന്ന് നിയമിച്ച് നീ എന്നോട് ഇങ്ങുലാവ് കാണിക്കല്ലേ മോളെ.